എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് കർത്താവ് പറയുന്നു. പ്രാക്ടിക്കലാണോ? ബാങ്കിൽ കാശുള്ളവർക്ക്, സ്വത്തുള്ളവർക്ക് വിചാരമില്ല, കാരണം അവർക്കുണ്ട്. പക്ഷെ ഇല്ലാത്തവരുടെ കാര്യമോ? അപ്പോൾ എല്ലാവരോടും പറഞ്ഞല്ല. ഈ വചനം കേൾക്കുന്നവൻ, ഇത് വിശ്വസിക്കുന്നവൻ, ഒരു വിശ്വാസിയോടുള്ള ദൂതാണിത്. സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എങ്കിലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുണ്ടാകില്ലെന്ന് വചനം നിൽക്കുമ്പോഴും ക്ഷാമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ജോലി പോയി, കടം കയറി, ലോൺ അടച്ചില്ല, ഓർത്തുകൊള്ളണം, വിചാരപ്പെടരുത്. കാരണം ആഹാരത്തേക്കാൾ ജീവനും, ഏത് ജീവൻ? യേശുവിൻ്റെ ജീവനും, വസ്ത്രത്തേക്കാൾ ശരീരവും, ഏത് ശരീരം? യേശുവിൻ്റെ ശരീരം, സഭയും വലുതല്ലയോ? അപ്പോൾ ഈ കഷ്ടം, ബുദ്ധിമുട്ട്, ക്ഷാമം, വിശപ്പ്, ഇല്ലായ്മ വന്നത് വെറുതെ തന്നെ ഉപദ്രവിക്കാനല്ല, നിനക്ക് ദൈവജീവൻ തരാനാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ജീവൻ തന്നിട്ട് നിന്നെ ശുശ്രൂഷയ്ക്കിറക്കാനാണ്, നിന്നെ അനേകർക്ക് ഉപകാരമുള്ളവനാക്കി മാറ്റാനാണ്. യേശുവിൻ്റെ ശരീരമായ സഭ എന്തെന്ന് തിരിച്ചറിയാനാണ്. അതുകൊണ്ട് നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക, ധൈര്യമായിരിക്കുക. ദൈവം സമാപ്തി വരുത്തും.